വേണ്ട ഇക്കിന് ഇഷ്ടമാണ് ഇക്കാനും ഇഷ്ടം അത് വേദനക്കുണ്ട് കൈ അങ്ങനെ പിടിച്ചു വെറും അവസരവാദി ശ്രീമോള മോള് അഴുക്കപ്പയല് ഈ കൊണ്ടുപോകൂല വെറുതെ ആണെന്ന് എന്റെ കുട്ടിക്ക് അറിയാം. കുറച്ച് മുന്നേ വരെ ഓള് എന്താ കാട്ടിന്ന് നോ 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 ഉമ്മ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞേ അടുത്ത ആള് ഇപ്പൊ ഒരു ഉമ്മ ഉണ്ടാ ഒന്ന് പോവോ പിടിയാൻ പോയിട്ട് എന്തൊരു ശരണം പറയണോ ചെയ്തോ കണ്ണട കണ്ണട അത് അറിഞ്ഞിണ്ട് കണ്ണട പൊട്ടും. ആ കാലിയൊക്കെ ഞാൻ മാറ്റും. ചന്തിക്ക് സൂചി വെച്ചാണ്ടല്ലോ നാശാക്കിണ്ട് കുട്ടീനെ. എന്റെ കയ്യിൽ നിന്ന് കുറച്ച് മാറി എന്റെ നന്നാവല അതൊക്കെ നാശായിരുന്നു. ഇങ്ങനെ കൂടുതൽ ഇനി ഒന്നും ആവാനില്ല. നോക്കി നീച്ച് പോവാന്ന് പറഞ്ഞാലും ഇവിടെ ഇങ്ങനെ അട്ടോട്ടണോ പോലെ ഇട്ടണോ. അമ്മ കേടാക്കി ആരാന്നെ കേടാക്കി നന്ദക്കുട്ടീനെ ആരാ കേട് വരുത്തിയേ? ആരാ കുട്ടീനെ നല്ലപോലെ വളർത്തിയത്? പേടിപ്പിച്ച് പറയിപ്പിച്ച നന്ദക്ക് ചോറുണ്ണാനാ കാര്യം പഠിപ്പിച്ചത് ഞാനല്ലേ? നാശാക്കിയ ആളല്ലേ പഠിപ്പിച്ചത് ചോറിനാ? കണ്ടോ ചെറുപ്പത്തിൽ എന്റെ ചോറൊക്കെ തിന്നില്ലേ ചോദിച്ചു നോക്ക്. അണക്ക് വേണ്ടായിട്ടല്ലേ? അതുകൊണ്ട് ഈ ഇങ്ങനെ പുഷ്ടിച്ച് കിടക്കണ്, ഞാൻ അങ്ങനെ ശോഷിച്ചിരിക്കണ്. പുഷ്ടിച്ച് നിക്കുന്നത് ചോറൊക്കെ നന്ദന്റെ ചോറാണില്ലേ വയറ്റില്? ഈ ഇരിക്കേണ്ടതാ വലിച്ചു പിടിച്ചോ. തൃപ്തിയായില്ല ജോണക്ക്? ഇനി എന്ത് വേണം? പുഷ്ടിച്ചേർന്ന അർത്ഥം പറയണേ. പുഷ്ടിച്ചേർന്നെന്താ? പുഷ്ടിച്ചു പറഞ്ഞ എന്താ? എന്നെ വേസ്റ്റിലിടാനാണ് അതിന്റെ അർത്ഥം. വേസ്റ്റിലിടാൻ എന്നെയാണ്. അങ്ങ് അമ്മേന്റെ കുട്ടി കൂടെ പോരോ? പോട്ടെ. ഓ എന്റെ സമയം കളയാണ് ഇപ്പൊ. നോക്കി എന്റെ കയ്യില് പൈസ ഒന്നുമില്ല. എന്താ ഞാൻ കാട്ടാ? പൈസ വേണ്ട, അങ്ങനെ വളയോ മാലയിട്ട് തന്നാ മതി. കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കരുത് ശ്രീ. എന്ത് വള ചോദിച്ചോ കൊടുക്കാതിരിക്കാൻ പഠിപ്പിക്കരുത്. എന്തെങ്കിലുമൊക്കെ സ്നേഹം ഇങ്ങനെയൊക്കെ തന്നാ മതി. അറിഞ്ഞാണുണ്ടോ ശ്രീ? നമുക്ക് മറ്റേത് എടുക്കരുത്. അറിഞ്ഞാണെണ്ടെങ്കിൽ മറ്റേത് എടുക്കരുത്. മീശമാധവല്ലേ മറ്റേ ശ്രീമോളെ ഫോൺ കളിക്കണം. ഗെയിം കളി നിർത്തിയിട്ടില്ല. ചവിട്ടി നന്ദ ചവിട്ടി. നീ ഏട്ടനും അനിയനും കളിക്ക്. ഇന്നൊന്ന് വിട്ട് അയ്യാക്കു വേനിക്കണ്. നന്ദ അക്കൂനടിക്ക്, അക്കു നന്ദനടി. ഇത് വിട് ശ്രീ, ഞാൻ പോട്ടെ. നീ പൊക്കടാ, നിനക്കൊരു കുട്ടികളെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അറിയില്ല. മറ്റേ പോസ്റ്റ് ആവും. രണ്ടാളവിടെ വെയിലത്തേക്കുണ്ട്. നമ്മളാ എന്താ സ്ഥലല്ലേ എന്താണിത്? കണക്ക് ഒരു കുട്ടികളെ കയ്യിൽ നിന്ന് പോവാറില്ലേ ജോ? അക്കോ ഇതിൽ കിട്ടുകയാണെങ്കിൽ അണക്കേ കിട്ടുള്ളൂ. ആലോചിച്ചോ, ഓളെ കൊടുക്കാനായിട്ടില്ല. അണക്ക് നല്ലോണം പൊട്ടും. ചാവി എവിടെ? ചാവി ഉണ്ടാ?
നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയായതുണ്ട്. വരുമ്പോ എന്താ വാങ്ങിക്കൊണ്ടേ? പിന്നെ വന്നാലും ഒന്നും വേണ്ട. എന്നാ പോന്നോ? റെഡിയോ? ഡ്രസ് ഔട്ട്, ഡ്രസ് അല്ല, ഡ്രസ് ഇട്ട് കൊടുക്ക്. പോയി ഡ്രസ് മാറ്റി, ഡ്രസ് മാറ്റി മുത്തേ. മാമിന്റെ മുത്തുക്കൂടി ഡ്രസ് മാറ്റി വാ. മറ്റേ ഇല്ല, ഞാനും പോണ്ട്. എല്ലാരും ഉണ്ട്. ഡ്രസ് മാറ്റി. ഇത് ഇങ്ങനെ ഇട്ടൊന്നും പോവാൻ പറ്റില്ല. ഞാനും പോണ്ട്. പോട്ടെ, അവിടെ തിരക്കാവും. ഇനി ഇന്റെ കുട്ടിയല്ല, ഇനി അന്റെ അമ്മേന്റെ കുട്ടിയാണ്. ഈ ആരുട്ടിയ? ആരുട്ടി? ആരുട്ടിയ? ഇഷ്ടമുള്ളൂ? പോയിക്കോ, അമ്മേനെ പോയിക്കോ. സമാധാനം. അതിന്റെ അതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ എനിക്ക് അർത്ഥം എന്താ പറഞ്ഞത്? കടിയട്ടെ. ഞാനെങ്ങനെ വെറുപ്പിക്കാനായിട്ട് തരണോ അക്കു? ഞാൻ ആലുട്ടാപ്പി കുട്ടിച്ചാട്ടല്ലുട്ടാപ്പി കടുവകളും കിടുവകളും എന്നെങ്ങനെ ഇതൊക്കെ എനിക്കാണ് ഇഷ്ടമാണ്. ആലുട്ടാപ്പി കുട്ടിച്ചാട്ടല്ലുട്ടാപ്പി കടുവകളും കിടുവകളും നിന്നെ കണ്ടാ പേടിക്കും. ഞാൻ ആലുട്ടാപ്പി ഇല്ലല്ല, പോവരുത്. ഈ ഇവിടെ ഇരിക്കുക, കടുവകളും കിടുവകളും നിന്നെ കണ്ടാ പേടിക്കും. കുട്ടിച്ചാട്ടല്ലു കടുവ ഇല്ല, ഈ പോവരുത്. എനിക്ക് അന്നെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ എന്റെ മുത്തേ. ഇല്ലല്ലോ, വേണ്ട, ഇവിടെ വേണ്ട പിന്നെ വിടണ്ട. ഞാൻ ആലുട്ടാപ്പി കുട്ടിച്ചാത്തല്ലുട്ടാപ്പി. ഇല്ല, ഈ പോലെ നന്ദ പോലെ നന്ദന്റെ മടിയിലിരിക്ക്, നന്ദന്റെ മടിയിലിരിക്ക് മുത്തേ മുത്തേ. ഓടിക്കോ ഞാൻ അങ്ങോട്ട് ഓടണം. മാനസമൈനേ വരൂ. ഇല്ല ഈ പോവരുത്. ഇന്റെ കുട്ടാണ്. എനിക്ക് അന്നെ ഇഷ്ടാ. കുട്ടി വിടരുത്, ഇന്നെ വിടരുത്. ഞാൻ ആലുട്ടാപ്പി. ഇല്ലല്ല വേണ്ട, ഇന്നെ വിടണ്ട. എനിക്കിന്നെ ഇഷ്ടാണ്. എനിക്ക് അന്നെ ഇഷ്ടം. എനിക്ക് അന്നെ ഇഷ്ടം. മൈലാവും മൈലാവും. വിടൂല. ഓടോ റൂമിലേക്ക് ഓടോ. ഓടണോ? ഓടിക്കോ. പോട്ടെ. അവന്റെ കുട്ടിക്ക് എന്താ മാവ കൊണ്ടു പിന്നെ മതിയത്. എന്താണ് തിരക്കാവട്ടെ? ഈ പറഞ്ഞില്ലേ ഈ ലേറ്റ് ആയ തിരക്കാവോടെ എന്ന് പറഞ്ഞില്ലേ എന്നോട്. ഞാൻ അബേനെ വിളിക്കട്ടെ. അതിലോർക്ക് ശ്രീ അബേനെ വിളിക്കട്ടെ. എന്നാ മാറി, അല്ലെങ്കിൽ ഞാൻ വിളിക്കും ഉറപ്പാ. ഞാൻ പോകുമ്പോ എന്തായാലും അബേനെ വിളിച്ചു വരുത്തുകൊണ്ട് വിളിക്കട്ടെ. അമർത്തനൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടി പറ്റിക്കോ. രണ്ടടി കൊടുത്ത് പായിപ്പിക്കൊക്കെ അറിയായിട്ടല്ല. നാടൻ രണ്ടടി കൊടുത്ത ഞാൻ മണ്ടത് കൂടെ. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഇതേപോലെ വെറുപ്പിക്കാതെ അപ്പം കിട്ടും. ട്രാജഡി ലൈഫായി നോക്കുമ്പോ ഞങ്ങളുടെയൊക്കെ. അതല്ലേ സത്യം അല്ലേ? നമുക്കൊക്കെ എന്താണ് അടി കിട്ടിയെന്ന് കെട്ടല്. ഇങ്ങനെയൊക്കെ കാട്ടിക്കാൻ മട്ടലൊക്കെ എടുത്ത് വരും. വീടിന് ചുറ്റോടും. എന്റെ കക്കര മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞ. സോറി.
സ്വർണ്ണൊക്കെ തരണട്ടോ മാമ ചോദിക്കുമ്പോ. നോ. കുറച്ചൊക്കെ മുറിച്ചിട്ട് അതേപോലെ തന്നെ ചെറുതാക്കിട്ട് തരാം കേട്ടോ, ടൈറ്റായി നിക്കാൻ വേണ്ടിട്ട്. പറ്റിയ നീയാണ് പറഞ്ഞു പഠിപ്പിച്ചത് സ്വർണം കൊടുത്താൽ പൈസ കിട്ടുന്നു. ഓളിനോട് പറയാണേ ഓൾക്ക് എയർപോർട്ടിൽ നിന്ന് നാരങ്ങ സോഡ വേണമെന്ന്, എയർപോർട്ടിന്റെ ഉള്ളത്തെ കഫേന്ന്. അപ്പൊ ഞാൻ പൈസ അല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഓള് പറയാണ് ഈ വള കൊടുത്താൽ മതി. അതാ പറഞ്ഞേ. ഇവളുടെ മേത്ത് ക്യൂട്ടച്ച് തേക്കണമെന്നില്ലല്ലോ, തൂക്കി വെക്കോളെ തന്നെ. ആ ഇവളെ മിക്കവാറും ഒരു നാരങ്ങ സോഡയ്ക്ക് ഇവളൊരു പോരുമ്പോ അവന്റെ സ്വർണ്ണമൊക്കെ കൊടുത്തു പോരും. എന്താ ഒന്നത്തെ കണ്ണട കേടാവുന്നേ. അമ്മേനെ കുട്ടി കൊണ്ട് പോരും, അവൻ പോട്ടെ. സമയം ആകെ വൈകി, ഇനി പോയിട്ട് കാര്യമില്ല ശ്രീ. ആകെ വൈകി, നന്ദകാരൻ ആകെ വൈകി. എല്ലാം വൈകി. വാ സക്സസ്. ബുദ്ധി വെച്ചു ബുദ്ധി വെച്ചു. വീഡിയോ എടുത്തോ. നിന്ന് കുഴങ്ങണ്ടല്ലേ. നീ ജിസ്റ്റു മാമനെ വിളിക്കണ്ടേ? ജിസ്റ്റു മാമനെ കുറച്ചു നേരം ഉറപ്പിക്കും. ജിസ്റ്റോട് പറയടിയോ. ഞാൻ ഡ്രസ് എടുത്തേ, മാറ്റേ. ഞാൻ ഡ്രസ് എടുത്ത് തരാം. ഓക്കെ വിടുവോ? ഞാൻ ഡ്രസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ വിടേണ്ടി വരും. റെഡി ആയിക്കോ, റെഡി ആയിക്കോ. വേണ്ട ക്യൂട്ടസോ. മൂക്കിങ്ങനെ പിടിച്ച് വലിക്കണത്, ചോമ്പിപ്പിക്കണ മൂക്ക്. ഇവിടെ ചോമ്പാക്കി കൊടുക്കണ്ടേ? എന്റെ മൂക്ക് ഞാൻ അന്ന് അരി അരിയും. ഞാൻ അമ്മേനെ കുട്ടി പോര്. കിട്ടിയില്ലേ ഇന്നലെ? അത് നമുക്ക് ആവശ്യമായിരുന്നു. എനിക്ക് സന്തോഷം. മാമന്റെ മുത്തല്ലേ മാമ. എന്തൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ ബ്ലോക്കിലും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സാധാരണ കുട്ടികൾക്കൊക്കെ പറഞ്ഞ ഒരു മനുഷ്യത്വ ഒരു പാവകം തോന്നും. ഇതിനതില്ല. നോ നോ ദാഗാനായിട്ട് 2 വേർഡോണ്ടാ, ബാക്കി പറയാൻ അറിയാത്തോണ്ട് ഈ നോ നോ പറയണ്. അമ്മേനെ കുട്ടി വാ, അമ്മ കാർട്ടൂൺ ഇട്ടേരാം. നമുക്ക് എല്ലാവർക്കും ബെഡ്റൂമിൽ പടം കാണാം. ഇല്ല വേണ്ട വേണ്ട, ഇനി മുതൽ ഇവിടെ കിടക്കാം. എത്ര സ്നേഹമാണ് നമ്മൾ രണ്ടാളും ഇവിടെ കെട്ടിപ്പിടിച്ചടക്കും. കെട്ടിപ്പിടിച്ച കണ്ടോ? ഞാൻ ഇവിടെ കേട്ടോ ശ്രീ. ശ്രീ ഇന്റെ പുതപ്പക്കം കൊണ്ട് എടുത്തോണ്ടെന്നോ കേട്ടോ. ഇതിനെ പിടിക്കും ശ്രീ, നേരം വേഗണ്. നല്ല മാവ് പോയിട്ട് വരാം കേട്ടോ. ഞാൻ മിഠായി കൊണ്ട് തരാം. എന്താ വേണ്ട? ലൈസോ ടോയ്സ് ആണോ വേണ്ടേ? വാങ്ങിച്ചു കൊടുക്കൊന്ന്. ഫോൺ വാങ്ങിച്ചു കൊടുക്കും ശ്രീ. നമുക്ക് പരീസക്കുട്ടിന്റെ വീട്ടിൽ പോണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോ, ഞാൻ ആക്കി തരാം. വേണമെങ്കിൽ ടൈം ഉണ്ട്, ഞാൻ ആക്കി തരാം. ചെല്, ഞാൻ ആക്കി തരാം. മാമ ആക്കി തരാം പരീസക്കുട്ടീൻ്റെ വീട്ടിൽ. എനിക്ക് 2-3 ദിവസം ലീവ് കഴിഞ്ഞിട്ട് വന്നാ പോരത്. എന്നോട് ഞാൻ പറഞ്ഞല്ലേ ഞങ്ങള് നാളെ വരുന്നുള്ളൂന്ന്. പിന്നെ എന്തിനാ വിളിച്ചിട്ട് വരുന്നുണ്ടോ ചോദിച്ചു? അയ്യോ സോറി, ഞാൻ ഐസ്ക്രീം അയച്ചു. ഞാൻ കുളിച്ചിട്ടില്ല. അയ്യേ അവൻ കുളിച്ചിട്ടില്ല കേട്ടോ. ഇനി കഴിഞ്ഞു വീഡിയോ ഓഫ് ആക്ക് ശ്രീ. ഈ വീഡിയോ ഓണാക്കിയിട്ട് ഓള് പുളിയാവണേ, പോർക്കാ പുളി. ഒന്ന് വിട്, നിർത്ത് ശ്രീ. കഴിഞ്ഞു, കളി കഴിഞ്ഞു. വീഡിയോ ഓണാക്കി ഓഫ് ആക്ക്. സൈനിങ് ഓഫ്. ഇങ്ങനെയാണ് ഇപ്പൊ. ഓഫ് ആക്ക്, ഇങ്ങനെ സൈനിങ് ഓഫ്. സൈനിങ് ഓഫ്. വീഡിയോ ഓഫ് ചെയ്തോ? അഞ്ഞു വിട്ടോ. ലേശ സമാധാനം തരുമോ? അനക്കെന്താ എന്നും ഇല്ലാത്തൊരു സ്നേഹം. എന്റെ കുട്ടിക്ക് മാത്രമാണ് ഞാൻ സാധനം കൊണ്ടുവരാ, അക്കൂന് കൊടുക്കൂല കേട്ടോ. ഓക്കെ, കോലുമിഠായി ഞാൻ കൊണ്ടുവരേ അതോ മറ്റേ ഞാൻ മുട്ടായി ഇതിനെ കൊണ്ടുപോയിക്കോ, ഓരോന്നിനെ ഇറക്കി വിട്ടോളും. ഞാൻ പറയുന്നില്ല. ബാമേനെ കുട്ടി നമുക്ക് ചക്ക മുറിച്ചു നോക്കാം. ശരിക്കും ജനിക്കേണ്ട കുഞ്ഞല്ല. ചക്ക മുറിച്ചു നോക്കാം. അതെ, ശരിക്കും ജനിക്കേണ്ട കുഞ്ഞല്ല. അല്ല ആദ്യം കളയ ഓർഫനേജ് കൊടുക്കാന്ന് വിചാരിച്ചിരുന്നു.
കൊടുത്താ മതിയായിരുന്നു. അല്ലെങ്കിൽ 1 2 3 ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. 100 കഴിഞ്ഞില്ലേ? ടാറ്റാ ലവ് യു. അവര് കെട്ടിപ്പിടിച്ചൊരുമ്പ. ഇനി അതിനെ ഒട്ടിക്കണ്ട. കെട്ടിപ്പിടിച്ചൊരുമ്പ. നല്ല ആവശ്യമുണ്ട്. ഓക്കെ 1 2 3 പട്. അത് പറഞ്ഞ നിർത്തോ. 1 2 3. ഞാൻ പോട്ടെ. എനിക്ക് എന്നെ അങ്ങനെ പിടിച്ച് വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഇട്ടേച്ചിന്റെ വഴിക്ക് പോവാൻ അറിയാനിട്ടല്ല. പിടിച്ച ഞാൻ പറയട്ടെ, ഞാൻ കാര്യം പറയട്ടെ. അടങ്ങിയിരിക്കും. മാമ വേഗം പോയിട്ട് വരാം.